നമസ്കാരം. ഹോർമൂസ് കടലിടുക്ക് ഉപരോധം ആഗോള എണ്ണ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നതിനാൽ ഡൊണാൾഡ് ട്രംപ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ലക്ഷ്യങ്ങൾ മാറ്റി. 2-3 ആഴ്ചകൾക്കുള്ളിൽ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ നിന്ന് US പുറത്തു കടക്കുമെന്ന് ട്രംപ് ഇപ്പോൾ പറയുന്നു. വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്ന് US കരുതിയ ഒരു സംഘർഷം 30 ദിവസം പിന്നിട്ടപ്പോൾ യുദ്ധലക്ഷ്യങ്ങൾ മാറി. 2-3 ആഴ്ചകൾക്കുള്ളിൽ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ നിന്ന് US പുറത്തു കടക്കുമെന്ന് ട്രംപ് ഇപ്പോൾ പറയുന്നു. എണ്ണയെ ആശ്രയിക്കുന്ന ഭൂമിയിലെ ഓരോ സമ്പദ് വ്യവസ്ഥയ്ക്കും ഈ യുദ്ധം കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യയിൽ വാണിജ്യ LPGയുടെ വില വർദ്ധിച്ചു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. US പിൻവാങ്ങുന്നു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ്. ഇറാനുമായുള്ള യുദ്ധം വളരെ വേഗം അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിരിക്കുന്നു. യുദ്ധം അവസാനിച്ചാൽ ഇന്ധനവില കുത്തനെ കുറയുമെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് തുറപ്പിക്കാതെ തന്നെ അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസിൽ പിന്നീട് ആക്രമണമാവാമെന്ന് പ്രസിഡന്റ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാനെതിരെ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തി ട്രംപ്. ഇറാന്റെ സൈനിക ആണവ മോഹങ്ങളെ തടയുന്നതിനായി മേഖലയിലെ സുപ്രധാന രാജ്യങ്ങളുമായി ഇസ്രായേൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ സഖ്യത്തിലുള്ളതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഇറാന്റെ ആണവ മിസൈൽ ഭീഷണികളിൽ ആശങ്കയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിന്റെ ബന്ധം ആഴത്തിലുള്ളതാണെന്ന് നെതന്യാഹു പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ റോറിംഗ് ലയൺ തുടരുമെന്നും ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തകർക്കുന്നതുവരെ പിന്മാറില്ലെന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. ഈ പ്രസ്താവനകൾ പശ്ചിമേഷ്യയിൽ വലിയ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് വഴിതെളിക്കുന്നത്. രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന് വീണ്ടും വില കൂട്ടി. വാണിജ്യ ആവശ്യത്തിനുള്ള 19 കിലോഗ്രാം LPG സിലിണ്ടറിന്റെ വിലയാണ് 195.50, അതായത് 195.5 രൂപ കൂട്ടിയത്. ഇതോടെ ഡൽഹിയിൽ സിലിണ്ടറിന് 2078.5 രൂപയായിരിക്കുന്നു. നേരത്തെ ഇത് 1883 രൂപയായിരുന്നു. കൊൽക്കത്തയിൽ 218 രൂപയും ചെന്നൈയിൽ 202.5 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ വാണിജ്യ സിലിണ്ടർ വാങ്ങാൻ കൊൽക്കത്തയിൽ 2208 രൂപയും ചെന്നൈയിൽ 2246 രൂപയും നൽകണം. 2031 രൂപയാണ് മുംബൈയിലെ പുതുക്കിയ നിരക്ക്. ഒരു മാസത്തിനിടെ ഇത് 3ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് വില വർധന. ലോകത്തിന്റെ ഊർജ്ജ നാഡിയായ ഹോർമൂസ് കടലിടുക്ക് യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇറാനെതിരായ സൈനിക നീക്കങ്ങളും അതിനെ തുടർന്ന് കടലിടുക്ക് ഭാഗികമായി അടച്ചതും അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകളും മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും ലോകരാജ്യങ്ങളെ വലിയൊരു സാമ്പത്തിക അനിശ്ചിതത്വത്തിലേക്കാണ് നയിക്കുന്നത്. സമുദ്ര രഹസ്യാന്വേഷണ കമ്പനിയായ tankertrackers.com പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മാർച്ചിൽ കേവലം 84 ടാങ്കറുകൾ മാത്രമാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നത്. യുദ്ധത്തിനു മുൻപ് പ്രതിദിനം ശരാശരി 130 ടാങ്കറുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്താണ് ഈ കണക്ക്. ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ട്രംപ് രൂക്ഷമായ ഭാഷയിൽ സഖ്യകക്ഷികൾക്കെതിരെ വിമർശനം നടത്തിയത്. USന്റെ സൈനികമായി സഹായിക്കാൻ വിമുഖത കാണിക്കുന്ന രാജ്യങ്ങൾ ഇനി സ്വന്തം നിലയ്ക്ക് എണ്ണ കണ്ടെത്തണമെന്നാണ് ട്രംപ് പറഞ്ഞത്. സൈനിക ശേഷി തകർക്കുന്നതിൽ സഹകരിക്കാൻ വിസമ്മതിക്കുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ട്രംപ് പരിഹസിച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് സൈനിക സാമഗ്രികളുമായി പോയ US വിമാനങ്ങൾക്ക് ആകാശപാത നിഷേധിച്ച ഫ്രാൻസിന്റെ നടപടിയെയും ട്രംപ് കുറ്റപ്പെടുത്തി. അമേരിക്കയിൽ ഗാലന് $4 മുകളിൽ ഇന്ധനവില ഉയർന്നു. ഒന്നുകിൽ US ഇന്ധനം വാങ്ങുക അല്ലെങ്കിൽ പങ്കുചേരുക എന്ന കർശന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പിന് ഇന്ന് തുടക്കമാകും. 2021 നടക്കേണ്ടിയിരുന്ന കണക്കെടുപ്പ് കോവിഡ് മഹാമാരിയെ തുടർന്നാണ് നീട്ടിവെച്ചത്.
സ്വതന്ത്ര ഇന്ത്യയുടെ 8ാമത്തെയും രാജ്യത്തെ 16ാമത്തെയും സെൻസസ് ആണിത്. പൗരന്മാരെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന ഈ ദൌത്യത്തിനായി 30 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ആദ്യമായാണ് രാജ്യത്ത് സെൻസസ് പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിൽ നടക്കുന്നത്. ഉദ്യോഗസ്ഥർ മൊബൈൽ ആപ്പുകൾ വഴി വിവരങ്ങൾ നേരിട്ട് അപ്ലോഡ് ചെയ്യും. കൂടാതെ പൗരന്മാർക്ക് സ്വയം വിവരങ്ങൾ കണ്ടെത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 16 ഭാഷകളിൽ ലഭ്യമായ പോർട്ടൽ വഴി വിവരങ്ങൾ നൽകുന്നവർക്ക് ലഭിക്കുന്ന യൂണിക് ID പിന്നീട് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയാൽ മതിയാകും. 2011 കണക്കുകൾ അനുസരിച്ചാണ് രാജ്യം ഇത്രയും കാലം പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന ഇന്ധനവില ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആഭ്യന്തര വിമാനങ്ങൾക്കുള്ള ഇന്ധനവില 115%, രാജ്യാന്തര വിമാനങ്ങൾക്കുള്ള ഇന്ധനത്തിന് 107%മാണ് വർധനവ്. ആദ്യമായാണ് വിമാന ഇന്ധനവില 2 ലക്ഷം കടക്കുന്നത്. രാജ്യത്ത് വിമാന ഇന്ധനത്തിന്റെ കരുതൽ ശേഖരം 2 മാസത്തേക്ക് മാത്രമാണെന്നതും വൻ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്ക് വൻതോതിൽ കൂട്ടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. 60 ദിവസത്തേക്കുള്ള ഇന്ധനമുണ്ടെന്ന് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. ഏപ്രിൽ 1 മുതൽ ഇന്ധനവില കൂടുമെന്നതിനാൽ സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തിയ വാറ്റ് കുറയ്ക്കാൻ വ്യോമയാന മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത വാറ്റ് നിരക്കാണുള്ളത്. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഉയരുന്നു. മാർച്ച് 29 വരെയുള്ള കണക്കുകൾ പ്രകാരം റഷ്യൻ എണ്ണ വരവ് 9 മാസത്തെ ഉയർന്ന നിലയിലെത്തി. 5.55 കോടി വീപ്പ എണ്ണയാണ് ഇക്കാലയളവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. 2025 ജൂണിന് ശേഷമുള്ള ഉയർന്ന അളവാണിത്. ഇതിനേക്കാൾ 89% വർധനവെന്ന് കമ്മോഡിറ്റി അനലിസ്റ്റ് സംരംഭകമായ കെപ്ലർ പറയുന്നു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതിലൂടെ അന്താരാഷ്ട്ര ഇന്ധന വിതരണം താറുമാറായിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ റഷ്യൻ എണ്ണയ്ക്കുള്ള ഉപരോധം അമേരിക്ക താൽക്കാലികമായി നീക്കി. ഇതോടെ ഇന്ത്യൻ എണ്ണ വിതരണ കമ്പനികൾ വീണ്ടും റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങാൻ തുടങ്ങുകയായിരുന്നു. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയിലേക്ക് മൊത്തം ഇറക്കുമതിയുടെ 40 മുതൽ 50% വരെ ഹോർമുസ് വഴിയാണ് എത്തുന്നത്. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള സർവീസിന് പിന്നാലെ തിരുവനന്തപുരം സർവീസും എയർ ഇന്ത്യ എക്സ്പ്രസ് പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഏപ്രിൽ 5 മുതൽ 30 വരെയുള്ള ഷെഡ്യൂളിലാണ് മസ്കറ്റ് തിരുവനന്തപുരം സർവീസ് ഉൾപ്പെടുത്തിയത്. അതേസമയം കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള സർവീസുകൾ ഈ ഷെഡ്യൂളുകളിലും ഉൾപ്പെടുത്തിയിട്ടില്ല. മസ്കറ്റിൽ നിന്ന് കേരളത്തിലേക്കുള്ള മുഴുവൻ സർവീസുകളും റദ്ദാക്കിയതായി 10 ദിവസം മുൻപ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നു. ഇന്നു മുതലുള്ള ഷെഡ്യൂളിലാണ് കണ്ണൂർ സർവീസ് വീണ്ടും ഉൾപ്പെടുത്തിയത്. നിലവിൽ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് കണ്ണൂരിലേക്കുള്ള സർവീസ്. 54 വർഷത്തിന് ശേഷം മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള നാസയുടെ ആർട്ടിമിസ് 2 ദൌത്യത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യൻ സമയം ഏപ്രിൽ 2 പുലർച്ചെ 3:54 വിക്ഷേപണം. ഈ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് അത് വലിയ ഒരു മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ. നാസയുടെ സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന അതിശക്തമായ റോക്കറ്റും ഓറിയോൺ പേടകവും ഉപയോഗിച്ചുള്ള ആദ്യത്തെ മനുഷ്യയാത്രാ ദൌത്യമാണിത്. 10 ദിവസമാണ് ഈ യാത്രയുടെ ദൈർഘ്യം. ദൌത്യത്തിനായി പോകുന്നത് ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ കാലുകുത്തില്ല എന്നതാണ് പ്രധാന പ്രത്യേകത. പകരം ചന്ദ്രന് ചുറ്റും വലം വെച്ച് ഭൂമിയിലേക്ക് മടങ്ങുകയാണ് ചെയ്യുക. ഭാവിയിൽ ചന്ദ്രനിൽ ഇറങ്ങാൻ ആവശ്യമായ സാങ്കേതിക വിദ്യകളും സുരക്ഷാ സംവിധാനങ്ങളും പരിശോധിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അമേരിക്കയുടെ ബഹുരാഷ്ട്ര കമ്പനികൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, മെറ്റ, ആപ്പിൾ, ഇന്റൽ, IBM, ടെസ്ല, ബോയിങ് തുടങ്ങി 15ഓളം സ്ഥാപനങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്നാണ് റവല്യൂഷണറി ഗാർഡിന്റെ മുന്നറിയിപ്പ്. അമേരിക്ക ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി US ടെക് സ്ഥാപനങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമെന്ന് IRGC പറയുന്നു. US ടെക് കമ്പനികളിലെ ജീവനക്കാരോടും സമീപവാസികളോടും മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും IRGC ആവശ്യപ്പെട്ടു. ഇതോടുകൂടി 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. നാളെ ഇതേ സമയം കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.